ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ വലിയ മഴ. തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ പെരുമഴയെന്നല്ല, ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച്. അതിശക്തമായ മഴ തിരുവനന്തപുരത്തിന്റെ നഗരമേഖലയിലും ഗ്രാമീണ മലയോര മേഖലയിലും തുടരുന്നു എന്നുള്ളതാണ്. അതായത് മണിക്കൂറുകളായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ തരത്തിലെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അതിശക്തമായ മഴ, അതായത് ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ തിരുവനന്തപുരത്ത് വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളായി ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി സ്മിത, ഇന്ന് പ്രധാനമായി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെയുള്ള മഴയ്ക്ക് ഈ ജില്ലകളിൽ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇത് ഇന്നലെ ഏറ്റവും ഒടുവിൽ വന്ന പ്രവചനമാണ്. ഒരുപക്ഷെ ഈ മണിക്കൂറുകളിൽ ഈ മുന്നറിയിപ്പിൽ മാറ്റം വന്നേക്കാം, ജില്ലാതല മുന്നറിയിപ്പുകളിൽ മാറ്റം വന്നേക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ മലയോര മേഖലയിലൊക്കെ മഴ കനത്തു മണിക്കൂറുകളായി പെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഈ അലർട്ടിൽ മാറ്റമുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെന്താണെങ്കിലും കാത്തിരിക്കാം ആ മാറ്റത്തിനായി. എന്താണെങ്കിലും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാരണം പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് പലപ്പോഴായി മഴ പെയ്യുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് ഉണ്ടാവുകയും ആ വെള്ളം ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ആശങ്ക നഗരമേഖലയില്ല. പക്ഷേ ഗ്രാമീണ മേഖലയിലെ കൃഷിയിടങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത് മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അതായത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ.